ആ അജിയേട്ടാ, ആ ചെലങ്ക് ബസ്സുകാർ വീണ്ടും പണി തന്നു. എന്നാടാ കാര്യം? അജിയേട്ടാ, സ്റ്റാൻഡിൽ ബസ് വന്നാൽ ഫുൾ ടിക്കറ്റ് കയറിയിട്ടേ കയറാവുന്നു. അതൊരു മര്യാദയല്ലേ? ബാക്കി ബസ്സുകാരിൽ ഓക്കെയാണ്, ഇവന്മാർക്ക് മാത്രമല്ല ഈ ചൊറിച്ചില്. ഇന്നിപ്പോ എന്നാ ഉണ്ടായ? രാവിലെ ബസ് കയറിയപ്പോ തന്നെ അവന്മാര് പറഞ്ഞു 1.5 ചക്രത്തിന് ഇതേ കയറാൻ വൈകിട്ടൊരുത്തനെ കണ്ടേക്കരുതെന്ന്. അപ്പൊ നമ്മുടെ സച്ചു ചോദിച്ചു ഞങ്ങൾ എങ്ങനെ പോകുന്നു. ഡബിൾ ബെൽ അടിച്ച് നിർത്തുന്നതിന് മുമ്പ് അവന്മാർ സച്ചുനെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് നിങ്ങള് ഞങ്ങളെ ബസ് നിർത്തിയിട്ടാ അറിഞ്ഞത്. എടാ നിനക്ക് കുറെ തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നു. അതേട്ടാ, ഞങ്ങൾക്ക് ഈ ലുക്സ് മാത്രല്ലേ ഉള്ളൂ. എടാ നിന്റെയൊക്കെ പ്രായത്തിൽ ബസ്സുകാർക്ക് അങ്ങോട്ട് അടി കൊടുത്തേ ശീലമുള്ളൂ. അടിയും വാങ്ങി വന്നിരിക്കുന്നു. നിന്നെയൊക്കെ ഫോണിൽ കുത്തി കളിക്കാനും ഫേസ്ബുക്കിൽ കയറി തെറി വിളിക്കാനും മാത്രമേ കൊള്ളത്തുള്ളൂ. അത് മാത്രല്ല അജിയേട്ടാ, ആ ബസ്സിന്റെ ഫ്രണ്ടിൽ ഒരു കിളിയുണ്ട്, അവരെ കൊണ്ട് വലിയ ശല്യവാ. ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ വരെ വണ്ടിയില്ലാഞ്ഞിട്ട് അജിയേട്ടാ, പേടിയാ ഞങ്ങൾക്ക്. എത്ര മണിക്കാണ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്? 5 മണിക്ക്. ചേട്ടനാന്നോ ഫ്രണ്ട് ഡോറിൽ? ഒന്നിങ്ങോട്ട് അറിയിക്കും, ഞാനൊന്നും ചേട്ടാ. ഈ കാലത്ത് എന്തേലും നിവൃത്തിയുള്ള പിള്ളേരെ ഒരു ബൈക്കെങ്കിലും കാണും. അതിനും കൂടി ഗതിയില്ലാത്ത പിള്ളേരാ ബസ്സേ കയറുന്നത്. ഞങ്ങളുടെ മുതലാളിയെ വലിയ കഷ്ടത്തിലാണ്. അതുകൊണ്ട് തൽക്കാലം തെണ്ടി ടിക്കറ്റ് കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞേക്കുന്നേ. ഓ, എന്നാ ചേട്ടൻ മുതലാളിയോട് പറഞ്ഞേക്ക്, അത്ര വലിയ കഷ്ടകാലമാണെങ്കിൽ ബസ് അങ്ങ് ഇറക്കണ്ടെന്ന്. സഖാവ് അതങ്ങ് വിട്ടുപിടി. ചെല്ല് ചെല്ല്. അതെന്നാ വർത്താന സഖാവ് പറയുന്നേ? ഇത് വലിയ കാറ്റേറും കോപ്പൊന്നും എന്നാലും അപ്പം തന്നെ പറയാം. നമുക്ക് പുറത്തു പോയി